റീസർക്കുലേഷൻ മോഡാണ് ഞാൻ ആദ്യം കാണിച്ചത്. അതായത് വാഹനത്തിനകത്തുള്ള എയർ തന്നെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി അടുത്ത് കാണിച്ചത് ഔട്ട്സൈഡ് സർക്കുലേഷൻ. ഇതിലേത് മോഡാണ് ഏറ്റവും നല്ല എഫക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ AC റീസർക്കുലേഷൻ മോഡ് എന്താണെന്ന് അറിയാൻ മേലാത്ത ആൾക്കാർ കുറവായിരിക്കും. ഇനി അറിയത്തില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ വാഹനത്തിൻ്റെ AC സിസ്റ്റത്തിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു കുഞ്ഞ് കാറിൻ്റെ പടം. അപ്പോൾ ഈ ഒരു കാറിൻ്റെ പടം എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാണുന്ന ഒരു കുഞ്ഞ് കാറിൻ്റെ പടം, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണലായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നു എന്നാണ് ശരിക്കും ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ് ശരിക്കും ഇൻറ്റേർണൽ സർക്കുലേഷൻ? അത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ എയർ ഇൻടേക്ക്, അതായത് എയർ ഇൻടേക്ക് എന്ന് ഉദ്ദേശിക്കുന്ന എഞ്ചിനിലോട്ടുള്ള എയർ ഇൻടേക്ക് അല്ല, ക്യാബിനകത്തുള്ള എയർ ഇൻടേക്ക് എങ്ങനെ വേണമെന്നുള്ളത് നമുക്ക് നിശ്ചയിക്കാം. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ACയുടെ എയർ ഇൻടേക്ക് എങ്ങനെ വേണമെന്നുള്ളത് നമുക്ക് വാഹനത്തിനകത്തു നിന്നുള്ള ഇൻറ്റേർണൽ സർക്കുലേഷൻ എടുക്കാം, അല്ലെങ്കിൽ ഔട്ട്സൈഡ് സർക്കുലേഷനും എടുക്കാം. അപ്പോൾ ഈ ഔട്ട്സൈഡ് സർക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഈ കണ്ടതുപോലെ നമ്മുടെ ഇൻറ്റേർണലായിട്ടുള്ള സർക്കുലേഷൻ, ഇവിടെ തന്നെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്സൈഡ് സർക്കുലേഷൻ കണ്ടോ, പുറത്തുനിന്ന് കാറ്റ് കയറി വരുന്ന എല്ലാവർക്കും ഇപ്പോൾ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇതിൽ റീസർക്കുലേഷൻ മോഡാണ് ഞാൻ ആദ്യം കാണിച്ചത്. അതായത് വാഹനത്തിനകത്തുള്ള എയർ തന്നെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി അടുത്ത് കാണിച്ചത് ഔട്ട്സൈഡ് സർക്കുലേഷൻ. ഇതിലേത് മോഡാണ് ഏറ്റവും നല്ല എഫക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻസൈഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ റീസർക്കുലേഷൻ മോഡാണ് ഏറ്റവും എഫക്റ്റീവ് എന്ന് ഞാൻ പറയാം. അപ്പോൾ ഏറ്റവും എഫക്റ്റീവ് ഇൻ ദ സെൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, വാഹനത്തിനകത്ത് തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അതായത് പുറത്തുനിന്നുള്ള എയർ വലിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പുറത്തുനിന്നുള്ള എയറിനകത്ത് ചൂടിൻ്റെ പ്രസൻസ് കാണും, അല്ലെങ്കിൽ ഹീറ്റിൻ്റെ അംശം കാണും. ആ ഒരു ഹീറ്റും കൂടെ കൂടി നമ്മുടെ വാഹനത്തിനകത്തോട്ട് സർക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉറപ്പായിട്ടും നമുക്ക് കൂളിംഗ് എഫിഷ്യൻസി കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് പലർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതായത് വാഹനം ചില സമയത്തെങ്കിലും കൂളിംഗ് പ്രശ്നമാണ്, അതായത് ഭയങ്കര ഒരു ഹീറ്റ് കയറി വരുന്നുണ്ടെന്നുള്ളൊരു ഫീല് പലരും പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ വാഹനത്തിന് കൂളിംഗ് എഫിഷ്യൻസി കിട്ടുന്നില്ല എന്ന് പറയുന്ന പലരും ഫേസ് ചെയ്യുന്നൊരു വലിയ പ്രോബ്ലം എക്സ്റ്റേണൽ സർക്കുലേഷൻ അല്ലെങ്കിൽ ഒരു ഔട്ട്സൈഡ് സർക്കുലേഷൻ ഓൺ ആക്കിയിടുമ്പോഴാണ് ഈ പറഞ്ഞ പ്രോബ്ലം കാണിക്കുന്നത്. ഇനി ഇൻറ്റേർണൽ സർക്കുലേഷൻ ഇടുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നമ്മുടെ ക്യാബിനകത്തുള്ള എയർ തന്നെയാണ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ക്യാബിനകത്തുള്ള എയർ തന്നെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ടെമ്പറേച്ചർ എപ്പോഴും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. നമ്മുടെ വാഹനത്തിൻ്റെ AC കംപ്രസറിൻ്റെ കട്ട് ഓഫ് കൂടുതലായിരിക്കും. അതായത് നമുക്ക് ഏകദേശം ഒരു തണുപ്പ് ഇതിനകത്താവുന്ന സമയത്ത് ACയുടെ കംപ്രസർ കട്ട് ഓഫ് ആയിക്കോളും. മൈലേജിൻ്റെ കേസ് നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ കിട്ടുന്നതായിരിക്കും. കാരണം AC കംപ്രസർ കട്ട് ഓഫിങ് കൂടുന്ന സമയത്ത് ഉറപ്പായിട്ടും നമുക്ക് വാഹനത്തിൻ്റെ മൈലേജ് കൂടുതൽ കിട്ടുന്നതായിരിക്കും. അതിനനുസരിച്ച് തന്നെ നമുക്ക് ഇൻറ്റേർണൽ സർക്കുലേഷൻ വരുന്ന സമയത്ത് പുറത്തുള്ള പൊടിയോ സ്മെല്ലോ കാര്യങ്ങളൊന്നും നമ്മുടെ വാഹനത്തിനകത്ത് കയറാതിരുന്നോളും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് കിട്ടുന്ന റീസർക്കുലേഷൻ മോഡാണ്. അതായത് ACയുടെ റീസർക്കുലേഷൻ മോഡ് ഓൺ ആണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ നമ്മുടെ ഔട്ട്സൈഡ് സർക്കുലേഷൻ ഇട്ടാൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ്, അതായത് പൊടി കയറാനുള്ള ചാൻസ് കൂടുതലാണ്, പുറത്തുനിന്നുള്ള സ്മെല്ല് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് രാത്രിയൊക്കെ വാഹനം ഓടിക്കുന്ന സമയത്ത്, പക്ഷേ രാത്രി വാഹനം ഓടിക്കുമ്പോൾ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഔട്ട്സൈഡ് ഇൻസൈഡും ടെമ്പറേച്ചർ ഏകദേശം ഒരുപോലെ ഇരിക്കുകയാണെങ്കിൽ മിസ്റ്റ് പിടിക്കുന്നത് കുറവായിരിക്കും. പക്ഷേ ഞാൻ ഒരിക്കലും അത് റെക്കമെൻഡ് ചെയ്തില്ല. ഇൻറ്റേർണൽ സർക്കുലേഷൻ ഇട്ടുകൊണ്ട് തന്നെ നമ്മുടെ വാഹനത്തിനകത്ത് മിസ്റ്റ് ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് വാഹനം ഓടിക്കാൻ സാധിക്കും. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയും കൂടി ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ പിൻ ചെയ്തിട്ടോളം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ മിസ്റ്റ് ഉണ്ടാകാതെ വാഹനം സുഖമായിട്ട് ഓടിക്കാൻ സാധിക്കും എന്നുള്ളത്. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇടുക. പിന്നെ കുറച്ച് പേർക്കെങ്കിലും ഒരു കാര്യം കൂടെ സംശയം കാണുമായിരിക്കും, ഇൻറ്റേർണൽ അല്ലെങ്കിൽ റീസർക്കുലേഷൻ മോഡിട്ട് വാഹനം വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്കിതിനകത്തിരുന്ന ശ്വാസം മുട്ടുമോ? അതായത് റീസർക്കുലേഷൻ മോഡ് ഓണാണ്, നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ദൂരം പോകുന്ന സമയത്ത് ശ്വാസം മുട്ടാനുള്ള ചാൻസ് കൂടുതലുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. കാരണം നമ്മുടെ വാഹനത്തിനകത്ത് പ്രഷർ നിൽക്കത്തില്ല. ആ കാര്യത്തിൽ പേടിക്കേണ്ട. പുറത്ത് നമുക്ക് 2 വാൽവുകൾ പുറത്തോട്ട്, ഇതിനകത്തുള്ള പ്രഷർ പുറത്തോട്ട് പോകാൻ വേണ്ടി, അതുകൊണ്ടാണ് ഡോറൊക്കെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡോർ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ അടയ്ക്കാൻ സാധിക്കുന്നതിൻ്റെ കാര്യം. ഇതിനകത്ത് പ്രഷർ നിൽക്കുമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു ഡോർ ഇതുപോലെ ക്ലോസ് ആകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇടയ്ക്കെങ്കിലും ലോങ് പോകുന്ന സമയത്ത് ഒരു 10-200 കിലോമീറ്റർ ഓടിയതിന് ശേഷം ഏകദേശം ചെറുതായിട്ടൊന്ന് ഗ്ലാസും താത്തേച്ചൊന്ന് പൊക്കിയിടുന്നത് നല്ലതായിരിക്കും. ഇതിനകത്ത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു എയർ അല്ലെങ്കിൽ ആ ഒരു ഓക്സിജൻ്റെ കണ്ടൻറ്റ് കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ മറക്കാതെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്.